കർത്താവിൽ ഏറ്റവും പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ദിനത്തിൽ നമ്മളെ ഓരോരുത്തരെയും നമുക്ക് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. നമ്മുടെ എല്ലാ വേദനകളെയും ദുഃഖങ്ങളെയും പ്രയാസങ്ങളെയും തകർച്ചകളെയും ജീവിക്കുന്നവനായ കർത്താവിൻ്റെ കരങ്ങളിൽ, സർവശക്തിയുള്ള വലിയ കരത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ശുശ്രൂഷ ആരംഭിക്കാം. ചൂടേറിയ മരുയാത്രയിൽ ഏറ്റെടുക്കണേ കർത്താവ്. ദാഹത്താൽ നാവു വരളുമ്പോൾ ഏറ്റെടുക്കണമേ. ഹാഗാറിൻ പൈതലിൻ കരച്ചിൽ കേട്ടവൻ ആത്മദാഹം തീർത്തിടും. ചൂടേറിയ മരുയാത്രയിൽ ദാഹത്താൽ നാവു വരളുമ്പോൾ ഹാഗാറിൻ പൈതലിൻ കരച്ചിൽ കേട്ടവൻ ആത്മദാഹം തീർത്തിടും. നീയൻ സ്വന്തം, നീയൻ പക്ഷം, നീറും വേളകളിൽ ആഴിൻ ആഴങ്ങളിൽ ആനന്ദം നീ എനിക്ക്. ചൂരൽ ചെടിയിൻ കീഴിലും മക്കളെ അനുഗ്രഹിക്കണം. നിൻ സാന്നിധ്യമറിയും നീയൻ സ്വന്തം, നീയൻ പക്ഷം, നീറും വേളകളിൽ കർത്താവായ ഈശോയെ, ഈ ദിനത്തിൽ അങ്ങയുടെ മഹത്വമേറിയ കരം അങ്ങയുടെ മക്കളുടെ മേൽ നീട്ടണേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ ആരാധന. ആമേൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന ആശ്വാസത്തിൻ്റെ കൃപയുടെ ഒരു വലിയ വചനമാണ് സങ്കീർത്തനം 69, 1 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങൾ. ദൈവമേ എന്നെ രക്ഷിക്കണമേ, വെള്ളം എൻ്റെ കഴുത്തോളം എത്തിയിരിക്കുന്നു. കാലുറയ്ക്കാത്ത ആഴമുള്ള ചേറ്റിൽ ഞാൻ താഴ്ന്നു, ആഴമുള്ള ജലത്തിൽ ഞാൻ എത്തിയിരിക്കുന്നു. ജലം എൻ്റെ മേൽ കവിഞ്ഞു ഒഴുകുന്നു. കരഞ്ഞു കരഞ്ഞ് ഞാൻ തളർന്നു, എൻ്റെ തൊണ്ട വരണ്ടു. ദൈവത്തെ കാത്തിരുന്ന് എൻ്റെ കണ്ണുകൾ മങ്ങി. കാരണം കൂടാതെ എന്നെ എതിർക്കുന്നവർ എൻ്റെ തലമുടി ഇഴകളേക്കാൾ കൂടുതലാണ്. എന്നെ നശിപ്പിക്കാൻ ഒരുങ്ങിയവർ, നുണ കൊണ്ട് എന്നെ ആക്രമിക്കുന്നവർ പ്രബലരാണ്. ഞാൻ മോഷ്ടിക്കാത്തത് തിരിച്ചു കൊടുക്കാനാവുമോ? കർത്താവേ, എൻ്റെ പോഷത്വം അവിടുന്ന് അറിയുന്നു. എൻ്റെ തെറ്റുകൾ അങ്ങയിൽ നിന്ന് മറഞ്ഞിരിക്കുന്നില്ല. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങയിൽ പ്രത്യാശ വയ്ക്കുന്നവർ ഞാൻ മൂലം ലജ്ജിക്കാനിടയാക്കരുതേ. ഇസ്രായേലിൻ്റെ ദൈവമേ, അങ്ങയെ അന്വേഷിക്കുന്നവർ ഞാൻ മൂലം അപമാനിതരാകാൻ സമ്മതിക്കരുതേ. അങ്ങയെ പ്രതിയാണ് ഞാൻ നിന്ദനം സഹിച്ചതും ലജ്ജ എൻ്റെ മുഖത്തെ ആവരണം ചെയ്തതും. എൻ്റെ സഹോദരർക്ക് ഞാൻ അപരിചിതനും എൻ്റെ അമ്മയുടെ മക്കൾക്ക് ഞാൻ അന്യനുമായി തീർന്നു. അങ്ങയുടെ ആലയത്തെക്കുറിച്ചുള്ള തീഷ്ണത എന്നെ വിഴുങ്ങിക്കളഞ്ഞു. അങ്ങയെ നിന്ദിക്കുന്നവരുടെ നിന്ദനം എൻ്റെ മേൽ പതിച്ചു. ഉപവാസം കൊണ്ട് ഞാൻ എന്നെ തന്നെ വിനീതനാക്കി, അതും എനിക്ക് നിന്ദനത്തിന് കാരണമായി. ഞാൻ ചാക്കുടുത്തു, അതുമൂലം ഞാൻ അവർക്ക് പഴമൊഴിയായി. നഗര കവാടത്തെങ്കിലിരിക്കുന്നവർക്ക് ഞാൻ സംസാര വിഷയമായി. മദ്യവർ എന്നെക്കുറിച്ച് പാട്ടുകൾ ചമയ്ക്കുന്നു. കർത്താവേ, ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, കരുണാസമ്പന്നനായ അങ്ങയ്ക്ക് ഉചിതമെന്ന് തോന്നുമ്പോൾ എനിക്ക് ഉത്തരമായിടണമേ. ഹല്ലേലൂയ. കർത്താവിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തോ ജീവനുള്ള വചനം നാം കേട്ടതിപ്പോൾ. നമ്മുടെ വേദന നമുക്കിപ്പോൾ കർത്താവിൻ്റെ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സങ്കീർത്തൻ കരഞ്ഞ് പ്രാർത്ഥിക്കുക. തൻ്റെ തകർച്ചയുടെ വേദനയുടെ നടുവിൽ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുക. ശരിക്കും ഇന്നത്തെ ഈ വചനത്തിൻ്റെ ലക്ഷ്യം ഇതാണ്. നമ്മുടെ വേദനയുടെ നാളുകളിൽ പരസ്പരം പരാതി പറയാതെ, പരസ്പരം കുറ്റപ്പെടുത്താതെ, വഴക്കുണ്ടാക്കാതെ, ബഹളം വെക്കാതെ, അസ്വസ്ഥരാകാതെ, നിരാശയിലോട്ട് പോകാതെ, പരാജയ ഭീതിയിലോട്ട് പോകാതെ, എല്ലാം തീർന്നു, ഇനി എനിക്ക് മുന്നോട്ട് പോകാൻ വഴിയില്ല, എൻ്റെ ജീവിതം തളർന്നു എന്ന് പറഞ്ഞ് നിരാശയുടെ കുഴിയോട്ട് പോകാതെ, എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നമുക്ക് ദൈവത്തെ വിളിക്കാം. ജീവിക്കുന്ന ദൈവത്തെ വിളിക്കാൻ നമുക്ക് പഠിക്കാം. കർത്താവിനെ വിളിച്ചാൽ മതി, ഉത്തരം കിട്ടും. അവിടെ നമ്മുടെ നിലവിളിക്ക് ഉത്തരം തരും. അതാണ് മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വചനത്തിൽ നമുക്കറിയാൻ പറ്റും.
വലിയൊരു വചനമാണ്. കുഷ്ഠരോഗി കർത്താവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്, കർത്താവേ അങ്ങക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും, മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. അവൻ്റെ വേദന, അവനത്തെ അരിശത്തോടും ദേഷ്യത്തോടെയും ഭയത്തോടെയും ഉത്കണ്ഠയോടെ എല്ലാം കൊണ്ട് കർത്താവിൻ്റെ സന്നിധി തുറന്നങ്ങ് പറയുക, തമ്പുരാനെ അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ പറ്റും. ഇനി വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളെ, നമ്മൾ ചെയ്യേണ്ടത് അത് തന്നെയാണ്. തുറന്ന് പ്രാർത്ഥിക്കണം, കർത്താവേ എൻ്റെ അവസ്ഥ ഇതാ, ഞാൻ തകർന്നു പോയി, എൻ്റെ കുടുംബം തകർന്നു, എൻ്റെ മക്കൾ തകർന്നു, എൻ്റെ ജീവിതം തകർന്നു, എനിക്കാരുമില്ല, ഞാൻ ഒറ്റപ്പെട്ടവനാ, എന്നെ ആരും മനസ്സിലാക്കുന്നില്ല. എൻ്റെ പ്രാർത്ഥന ദൈവമേ നീ കേൾക്കണമേ എന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കണം. സങ്കീർത്തകൻ പ്രാർത്ഥിക്കുന്ന പോലെ, ദൈവമേ എന്നെ രക്ഷിക്കണേ. വേറെ ആർക്കും രക്ഷിക്കാൻ പറ്റില്ല, ആർക്കും നമ്മളെ സഹായിക്കാൻ പറ്റില്ല. ഈ കാലഘട്ടത്തിൽ ബുദ്ധിമാന്മാർക്ക് നമ്മളെ സഹായിക്കാൻ പറ്റില്ല. കഴിവുള്ളവരുണ്ട്, പറ്റിയല്ല, എല്ലാവരും നമുക്കുണ്ടെന്ന് പറയും, പക്ഷെ ആരും സഹായിക്കാനില്ല. നമുക്ക് ആവശ്യമുള്ള തരാൻ, നമ്മുടെ മനസ്സിന് വേണ്ടത്, ജീവിതത്തിന് വേണ്ടത് ഇവർക്കാർക്കാവില്ല. പ്രതീക്ഷിക്കുന്ന പലതും നമുക്ക് കിട്ടാറില്ല. ഈ തലമുറയുടെ പ്രത്യേകത, പലരുടെ അടുത്ത് പോയിട്ട് നമ്മൾ കെഞ്ചും, സ്നേഹം താ, എനിക്ക് അനുഗ്രഹം താ, എന്നെ ഒന്ന് മനസ്സിലാക്ക്, എൻ്റെ വേദന ഒന്ന് മനസ്സിലാക്കുക, എൻ്റെ കണ്ണുനീര്, പക്ഷെ കിട്ടില്ല. പക്ഷെ നമ്മളെ മനസ്സിലാക്കാൻ കഴിവുള്ള ഒരുവൻ മാത്രം, യേശു ക്രിസ്തു മാത്രം. അവനെ വിളിക്കണം, നമ്മൾ മനസ്സ് തുറന്ന് വിളിക്കണം, കർത്താവേ എന്നെ രക്ഷിക്കണേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കണം. എളിമയോട് കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ പ്രാർത്ഥിക്കണം. അപ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും, നമുക്ക് അനുഭവിക്കാനായിട്ട് പറ്റും. വീണ്ടും വചനം പറയുക, വെള്ളം എൻ്റെ കഴുത്തോളം എത്തിയിരിക്കുന്നു. അതവൻ താന്നു പോവുക, ജീവിതം താന്നു പോവുക, അടിക്കടി അതപ്പതിക്കുക, കുടുംബ അടിക്കടി അതപ്പതിക്കുക. എല്ലാം ഉണ്ട്, സമ്പത്തുണ്ട്, ആരോഗ്യമുണ്ട്, ആയുസ്സുണ്ട്, വിദ്യാഭ്യാസം, പക്ഷേ താന്നു പോവുക, വീണു പോവുക. ഈ സമയത്ത് മനുഷ്യനെ വിളിച്ചിട്ട് ദൈവമേ എന്ന് വിളിക്കുക. പത്രോസ് നമുക്കറിയാം, ജലത്തിൽ താണുപോയപ്പോൾ കർത്താവേ ഗുരുവേ എന്നെ രക്ഷിക്കണേ നാം വിളിക്കുന്നുണ്ട്. അപ്പോൾ കർത്താവ് അവന് കൈ നീട്ടി കൊടുത്തില്ലേ? എന്തുകൊണ്ട് എനിക്കിത് വിശ്വസിച്ചുകൂടാ? നിനക്കിത് വിശ്വസിച്ചുകൂടാ? നീ കർത്താവിനെ വിളിക്ക്. ഈ പ്രശ്നഘട്ടത്തിൽ നാട്ടുകാരെല്ലാം വിളിക്കേണ്ടത് ദൈവമേ എന്ന് വിളിക്കുക. തമ്പുരാൻ ഒരു വഴി കാണിച്ചു തരുന്നേ, തമ്പുരാൻ നിനക്കൊരു പ്രകാശം തരും, കർത്താവ് നിനക്ക് വഴി തെളിച്ചു. നീ അത് വിശ്വസിക്കുക. എളിമയോടെ നീ ദൈവത്തോട് പറയണം, കർത്താവേ എൻ്റെ നിലവിളി നീ കേൾക്കണം, എൻ്റെ അവസ്ഥയും ഞാൻ താന്നു പോവുക, എൻ്റെ കുടുംബത്തിൽ സമാധാനമില്ല, സ്നേഹമില്ല. ചില ജീവിതങ്ങളുണ്ട് കണ്ണീർ കയത്തിൽ കഴിയുന്ന ജീവിതങ്ങൾ, കണ്ണീർ ചില പറയാറുണ്ട്, എൻ്റെ ജനിച്ച നാൾ മുതൽ ഇന്ന് വരെ സങ്കടം മാത്രമേ ഉള്ളൂ, കഷ്ടത മാത്രമേ ഉള്ളൂ, ദുരിതം മാത്രമേ ഉള്ളൂ. എന്താ ഇത് എൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയത്? ചില കുടുംബജീവിതങ്ങൾ പറയും, വിവാഹം കഴിച്ച അന്ന് മുതൽ ഇന്ന് വരെ കണ്ണുനീരാ, കല്യാണം തുടങ്ങിയ ചതിയാ, വഞ്ചനയിൽ ആരംഭിച്ചതാ, ഒറ്റപ്പെട്ട ജീവിതമാണ്. ചില ഭർത്താക്കന്മാർ പറയും, എൻ്റെ അച്ചോ അവളെ കല്യാണം കഴിച്ച അന്ന് മുതൽ എൻ്റെ ജീവിതം തീർന്നു, എനിക്ക് കണ്ണുനീരാ, എനിക്ക് ജീവിതം തകർന്നുപോയി. ചില ഭാര്യമാർ പറയും, അച്ചോ ജീവിതം തീർന്നു, ഈ മനുഷ്യൻ കുടിയനാ, ഈ മനുഷ്യന് വഴിവിട്ട ബന്ധങ്ങളുണ്ട്, ഈ മനുഷ്യൻ ശരിയല്ല, ഈ മനുഷ്യന് കൂടെ ജീവിക്കുന്ന ഭേദം ആത്മഹത്യ ചെയ്തേക്കാൻ 100 വട്ടം ചിന്തിച്ചു, പക്ഷെ ഭയവാ, പറ്റുന്നില്ല, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. കരഞ്ഞു കഴിയുന്ന ഒരുപാട് ജീവിതങ്ങൾ. നമുക്കറിയാം, ഈ കാലഘട്ടത്തിൽ രോഗം കൂടുതല. എപ്പോഴാണ് രോഗം കൂടുന്നത്? മനസ്സ് തകരുമ്പോഴാ രോഗങ്ങൾ കൂടുകയാണ്. കുടുംബത്തിൽ രോഗമാണ്, എങ്ങോട്ട് ഇറങ്ങിയാലും പ്രശ്നമാണ്, ഒന്നും ശരിയാവുന്നില്ല, തടസ്സമാണ്, മുഴുവൻ തടസ്സമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ വേദനയുടെ സമയത്ത് ഇങ്ങനെ വിളിക്കണം, ദൈവമേ എന്നെ രക്ഷിക്കണം. ഏറ്റവും നല്ല പ്രാർത്ഥനയാണ്. ഞാൻ പലരോടും പറഞ്ഞു കൊടുക്കാറുണ്ട്, ഒത്തിരി പ്രാർത്ഥിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഈ ഒരു പ്രാർത്ഥന, എൻ്റെ ദൈവമേ എന്നെ രക്ഷിക്കണേ. ഈ കണ്ണുനീരുടെ സമയത്ത് വാവിട്ട് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാൻ തയ്യാറാകുക. വീണ്ടും കൊണ്ട് വചനം, കാലുറയ്ക്കാത്ത ആഴമുള്ള ചേറ്റിൽ ഞാൻ താഴുക, ചെളിയിൽ താഴുക. അതാണ് പാപത്തിൽ താഴുക ജീവിതം. ഒരുപാട് ജീവിതം പാപത്തിൽ ചാന്നു പോവുക, ചില തടക്കദോഷങ്ങൾ വേട്ടയാടുക. വലിയ വചനം അത്. കാലുറയ്ക്കാത്ത ആഴമുള്ള ചേറ്റിൽ ഞാൻ താണുപോകുക, പാപത്തിൽ താണുപോകും ജീവിതം. ചില ജീവിതങ്ങൾ പാപത്തോട്ട് പോവുക, മദ്യപിച്ച് നിർത്തണമെന്ന് ആഗ്രഹമാണ്, പക്ഷെ നടക്കുന്നില്ല, താന്നു പോവുക. ഓരോ ദിവസം കഴിയുമ്പോഴേക്കും ഇതിൻ്റെ പ്രശ്നങ്ങൾ കൂടുക. മദ്യപാനം പോലെ അവൻ്റെ കുടുംബം തീരുക, മക്കൾ തീരുക, എല്ലാവരും തീരുക, പ്രിയപ്പെട്ട സഹോദരങ്ങളൊക്കെ തീരുക, താന്നു പോവുക. ജീവിതത്തിൻ്റെ സന്തോഷം നഷ്ടപ്പെടുക, ഒന്നും എത്തേണ്ടടുത്ത് എത്താൻ പറ്റുന്നില്ല, വാതിലടഞ്ഞു പോവുകയാണ്. എല്ലാം സന്തോഷമാണെന്ന് കരുതിക്കൊണ്ടാണ് ഇതിൻ്റെ പിന്നാലെ പോകുന്നത്, പക്ഷേ ജീവിതം തീർന്നു പോവുകയാണ്. വീണ്ടും കാണാൻ പറ്റും അടുത്ത വചനം നമുക്കറിയാം. അതുപോലെ ചില പാപം, തടക്കദോഷങ്ങൾ, ചില ജടിക പാപങ്ങൾ വീണിട്ട് ചില മക്കൾക്ക് ആ ബന്ധം ഉപേക്ഷിക്കാൻ പറ്റുന്നില്ല, ആ ബന്ധത്തിനകത്തങ്ങ് താണു പോവുകയാണ്. ഇതെങ്ങനെ കഴിയണമെന്ന് അറിഞ്ഞുകൂടാ, ജീവിതം നശിക്കുമെന്നറിയാം. ഈ പോക്ക് പോയാൽ കുറച്ച് കഴിഞ്ഞാൽ കുടുംബം തീരുമെന്നറിയാം, മക്കൾ തീരുമെന്നറിയാം, പ്രിയപ്പെട്ടവർ തീരും, സമ്പത്തും തീരും, ആരോഗ്യം തീരും, ഭാവിയും തീരും. അവസാനം നശിച്ച് നരകത്തോട്ട് പോകുമെന്ന് അറിയാം, വ്യക്തമായിട്ട്. പക്ഷെ താന്നു പോവുക. ഈ സമയത്ത് നാട്ടുകാരെല്ലാം വിളിക്കേണ്ടത് ദൈവമേ എന്ന് വിളിക്കുക. ഈ വചനം ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഇപ്പോൾ തന്നെ ദൈവത്തോട് വിളിക്കണം, ദൈവമേ എന്നെ രക്ഷിക്കണം, ഞാനിതേ വലിയ ചെളിയിലെ പാപത്തിൻ്റെ ചെളി താണു പോയിക്കൊണ്ടിരിക്കുക, എന്നെ കര കയറ്റണേ എന്ന് നിലവിളിച്ച് പ്രാർത്ഥിക്കണം. വീണ്ടും വചനമുണ്ട്, ആഴമുള്ള ജലത്തിൽ ഞാൻ എത്തിയിരിക്കുന്നു, ജലം എൻ്റെ മേൽ കവിഞ്ഞൊഴുകുന്നു. അതാണ് ചില കവിഞ്ഞൊഴുകുക. പ്രശ്നങ്ങൾക്ക് നമ്മുടെ കൺട്രോളിന് അപ്പുറത്തായി, നിയന്ത്രണത്തിന് അപ്പുറത്തായി.
മക്കൾ ചിലപ്പോൾ നിയന്ത്രണത്തിൽ, അപ്പം ഒരിക്കലും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ജീവിത പങ്കാളി നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, സാമ്പത്തിക മേഖല നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, എല്ലായിടും തകർച്ച, അത് കവിഞ്ഞൊഴുകുകയാണ്. അവൻ്റെ കൺട്രോളിൽ നിന്ന് പുറത്തുപോയി, അവനകത്തായി, പ്രശ്നത്തിനകത്തായി. ചില കേസ്, കോടതി കേസാകാം, കുടുംബ പ്രശ്നങ്ങളാകാം, വ്യക്തിബന്ധങ്ങളാകാം, സാമ്പത്തിക പ്രശ്നമാകാം, ജോലി മേഖല, ഭാവിയാകാം, പ്രാർത്ഥനാ ജീവിതം, ആത്മീയ ജീവിതം, പ്രാർത്ഥിച്ച് വളരെ പക്ഷേ പറ്റുന്നില്ല, ഇതിനകത്തെല്ലാം വീണുപോയി, തകർന്നുപോയി. ഈ അവസ്ഥ നിൽക്കുമ്പോൾ നീ ദൈവമേ, യേശുവേ, ജീവിക്കും ദൈവമേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കണം. യേശു ക്രിസ്തു ജീവിക്കുന്ന ദൈവം, അത് ഹൃദയത്തെ സൂക്ഷിച്ചു വെച്ചുകൊണ്ട് ഉള്ളുരുകി വിളിച്ച് പ്രാർത്ഥിച്ചാൽ മതി. പെട്ടെന്ന് തമ്പുരാൻ്റെ ഇടപെടലുണ്ടാകും. വിശ്വാസക്കുറവ് മാറ്റുക, വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. അതാണ് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 11-12 വചനം നമുക്കറിയാം. അവൻ വിശ്വസിച്ചവർക്കെല്ലാം, അവൻ്റെ നാമത്തിൽ വിശ്വസിച്ചവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകുക, കൃപ നൽകുക. അതാണ് കൃപയതാണ്, അതാണ് കൃപയുടെ അഭിഷേകതാണ്. അവന് വിശ്വസിച്ചവർക്കെല്ലാം, അവൻ്റെ നാമത്തിൽ വിശ്വസിച്ചവർക്കെല്ലാം ദൈവ മക്കളാകാൻ അവൻ കഴിവ് കൊടുക്കുക, അഭിഷേകം കൊടുക്കുക. അഭിഷേകം കിട്ടും. തമ്പുരാനുണ്ട്. ഇപ്പോൾ ഈ വചനം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുക, നിങ്ങളുടെ വീട്ടിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുക, അല്ല ബിസിനസ് സ്ഥലത്ത് നിന്ന് കേട്ടുകൊണ്ടിരിക്കുക. ഈ സമയത്ത് നിങ്ങൾ വിളിച്ചാൽ മതി, തമ്പുരാൻ പ്രവർത്തിക്കും. അത് ഹൃദയത്തിൽ വേണം, അല്ലാണ്ട് ബുദ്ധിയില്ല. എല്ലാം ബുദ്ധിയിലുള്ള ഒന്നും കിട്ടത്തില്ല. അതാണ് 1 കൊരിന്ത്യർ 1:18 വചനം നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ വചനം. നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിന്റെ വചനം പോഷത്വമാണ്. അത് രക്ഷയിലൂടെ ചരിക്കും നമുക്ക് ദൈവത്തിന്റെ ശക്തി, ദ പവർ ഓഫ് ഗോഡ്, ദൈവത്തിന്റെ ശക്തിയാണ്. ദൈവത്തിന്റെ പവർ കിട്ടുക വിശ്വസിക്കുന്നവർക്ക് മാത്രം ഈ വചനത്തിന്റെ ശക്തി അനുഭവിക്കാനും ബന്ധനം അടിക്കാനും പറ്റും. കുടുംബത്തിലെ ബന്ധനം അഴിയട്ടെ. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുക തന്നെ കർത്താവേ, ഈ മക്കളുടെ ജീവിതത്തിൽ ഇടപെടണമേ. ഈശോ, ഈ വചനം ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുക തന്നെ ഇവിടെ ഹൃദയത്തിൽ അങ്ങ് സ്പർശിക്കണം കർത്താവേ. ഇവിടെ വേദനകൾ ഇടപെടണം കർത്താവേ. പൈശാചിക കെട്ടടിക്കണം കർത്താവേ. ഇപ്പോൾ തന്നെ പാപത്തിൻ്റെ കെട്ട് ഇവരിപ്പോൾ എന്ത് മേഖല വെച്ചാണോ പ്രാർത്ഥിക്കുന്നത്, ആ മേഖല കർത്താവേ നീ പ്രവർത്തിക്കണം. അന്ധകാരം ഇവരെ വിട്ട് കളയണം കർത്താവേ. വീണ്ടും പറയുക, കരഞ്ഞ് ഞാൻ തളർന്നു, എൻ്റെ തൊണ്ട വരണ്ടു, ദൈവത്തെ കാത്തിരുന്ന് എൻ്റെ കണ്ണുകൾ മങ്ങി. കരഞ്ഞ് ഞാൻ തളർന്നു. ഒരുവൻ പറയാം, കരഞ്ഞ് തളർന്നു പോവുക. അതായത് ഉത്തരം കിട്ടുന്നില്ല, വിശ്വാസം പോലും ചോദ്യം ചെയ്യപ്പെടുക. അതാണ് ഇവിടെ പറയുന്നുണ്ട്, ദൈവത്തെ കാത്തിരുന്ന് എൻ്റെ കണ്ണുകൾ മങ്ങി. ഇനി എന്തിനു ദൈവനെ കാത്തിരിക്കുന്നു? ഇത്രയും പ്രശ്നമായി, ഇത്രയായിട്ടും ഒന്നും ദൈവം ഇടപെട്ടിട്ടില്ല, ഇതുവരെയായിട്ടും പ്രശ്നത്തിന് പരിഹാരം കിട്ടിയിട്ടില്ല. വർഷങ്ങളായി ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട്, വർഷങ്ങളായി ഞാൻ നിലവിളിക്കാൻ, എൻ്റെ ദൈവം എന്തുകൊണ്ട് എനിക്കിന് ഉത്തരം തരുന്നില്ല? ഞാൻ കരഞ്ഞ് മടുത്തു, എൻ്റെ കണ്ണുനീരുന്ന ദൈവം കാണുന്നില്ലേ? തമ്പുരാനെ എന്നെ മനസ്സിലാക്കുന്നില്ലേ? ദൈവം ഉണ്ടോ? ശരിക്കും ദൈവം ഉണ്ടോ? ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന ചില ജീവിതങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്. പ്രിയപ്പെട്ട മക്കളെ, കാത്തിരിക്കണം. കാത്തിരിപ്പിന് അനുഗ്രഹമുണ്ട്. കാത്തിരിപ്പിനെയുള്ള അനുഗ്രഹം, ദൈവത്തിൻ്റെ പ്രവർത്തനത്തിനായിട്ട് നമ്മൾ കാത്തിരിക്കണം. തമ്പുരാൻ ഇതിനെക്കുറിച്ച് പദ്ധതിയുണ്ട്. അതാണ് ജെറമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൻ്റെ 29-11 വചനം. എനിക്ക് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. അത് നിന്റെ നാശത്തിനുള്ള പദ്ധതിയല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാ, ശുഭമായ ഭാവിയും പ്രത്യാശയും തരുന്ന പദ്ധതിയാ. അതാണ് ഒരുപാട് ജീവിതങ്ങൾ പറയാറുണ്ടല്ലോ. അനുഭവ സാക്ഷിക്ക് ഞാൻ കേട്ടിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ അനുഭവ സാക്ഷിയുണ്ട്. കാത്തിരിക്കണം. എൻ്റെ ആത്മീയ മേഖല വരുമ്പോൾ എൻ്റെ ആത്മീയ ഗുരു എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട്, വർഷങ്ങൾ കാത്തിരിക്കണം. ഈ അഭിഷേകത്തിൻ്റെ പൂർണ്ണത വരണമെങ്കിൽ കാത്തിരുന്നു. എല്ലാ ദിവസവും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ദൈവം വരും, തമ്പുരാൻ പ്രവർത്തിക്കും. തമ്പുരാൻ വൈകില്ല, എൻ്റെ ദൈവം വൈകില്ല. ജീവിക്കും ദൈവം. അവൻ്റെ പദ്ധതിയുണ്ട്. എന്നെ ഭൂമി സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പദ്ധതിയുണ്ട്. ആ പദ്ധതി എന്താണെന്ന് മനസ്സിലാക്കുകയാണ്, അതനുസരിച്ച് ജീവിതം സമർപ്പിക്കുക. തമ്പുരാൻ പ്രവർത്തിക്കും. അവിടെ എടുത്തിയാട്ട് കാര്യം. ഈ തലമുറയുടെ പ്രശ്നം എന്താ? എടുത്തിയാട്ടാ. തമ്പുരാൻ്റെ വചനത്തിന് തമ്പുരാൻ പ്രവർത്തിക്കാൻ സമയം കൊടുക്കില്ല മനുഷ്യൻ. ദൈവം പ്രവർത്തിക്കുന്നത് ഇന്ന് വചനം കേട്ടുകൊണ്ടിരിക്കുന്നു നിങ്ങൾ സമയം കൊടുക്കണം. നിങ്ങളുടെ കുടുംബത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം, നിലവിളിച്ചുകൊണ്ടിരിക്കണം, അനുദപിക്കണം, തെറ്റുകൾ തിരുത്തണം, പശ്ചാത്തപിക്കണം, കരയണം, ദൈവം പ്രവർത്തിക്കാൻ വേണ്ടി കാത്തിരിക്കണം. അപ്പോൾ കാണാൻ പറ്റും ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നിമിഷം ഏതെങ്കിലും വഴിയിലൂടെയാണ്, നമ്മളൊന്നും പറയുന്ന വഴിയിലൂടെയല്ല, നമ്മളാരും ഉദ്ദേശിക്കുന്ന വഴിയല്ല, തമ്പുരാൻ വ്യത്യസ്തമായ വഴിയാണ്, എളുപ്പ വഴിയാണ്, കൃപയുടെ വഴിയാണ്. ആ വഴിയിലൂടെ വന്ന് നിന്നെ നിന്റെ കുടുംബത്തിൽ ഈ ബന്ധനാവസ്ഥയിൽ നിന്ന്, ഈ തകർച്ചയിൽ നിന്ന് ദൈവം കരകയറ്റിയിട്ട്, അല്ലെങ്കിൽ ദൈവം പറയും, എന്തിനാണ് നിനക്ക് സഹനം തന്നത്? എന്തിനാണ് നിനക്ക് ഈ പീഡനം തന്നത്? എന്തിനാണ് നിനക്ക് ഈ രോഗം തന്നു? എന്തിനാണ് നിനക്ക് അസ്വസ്ഥത വരുത്തി? എന്തിനാണ് നിനക്ക് ദാരിദ്ര്യം തന്നു? അതിൻ്റെ അർത്ഥം, അതിൻ്റെ പിന്നിലുള്ള നന്മ ദൈവം വെളിപ്പെടുത്തി പറഞ്ഞു തരും. നീ എന്തുകൊണ്ട് ഇങ്ങനെ ആയിത്തീരാൻ? അതിന് പിന്നിൽ ദൈവത്തിൻ്റെ സ്നേഹപൂർണ്ണമായ പദ്ധതി, രക്ഷാകരമായ പദ്ധതി നിനക്ക് ദൈവം വെളിപ്പെടുത്തി തരും. എന്തുകൊണ്ട് നീ ഒറ്റപ്പെട്ടു? കാരണം ദൈവം വെളിപ്പെടുത്തി തരും. എന്തിനാണ് ദൈവം നിനക്ക് സഹനം തന്നത്? ദൈവം വെളിപ്പെടുത്തി തരും. മനുഷ്യരും പറയാൻ തല കയറില്ല, നമ്മുടെ ആരും തല കയറില്ല, ദൈവം പറഞ്ഞു. പക്ഷേ അത് സംഭവിക്കണമെങ്കിൽ കാത്തിരിക്കണം, കാത്തിരുന്നുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതി നിനക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇവിടെ പറയാണ്, കരഞ്ഞു ഞാൻ തളർന്നു, എൻ്റെ തൊണ്ട വരണ്ടു, ദൈവത്തെ കാത്തിരുന്ന് എൻ്റെ കണ്ണുകൾ മങ്ങി. കാരണം കൂടാതെ എന്നെ എതിർക്കുന്നവർ എൻ്റെ തലമുടി ഇഴകളേക്കാൾ കൂടുതലാണ്. ഒരു മനുഷ്യൻ പറയുക, എന്തൊരവസ്ഥയാണ്! കാരണം കൂടാ, ഒരു കാരണവുമില്ലാതെ എന്നെ എതിർക്കുന്നവർ എൻ്റെ തലമുടി ഇഴകളേക്കാൾ കൂടുതൽ എന്ന് വെച്ച് എണ്ണമറ്റൊന്നു, ആയിരക്കണക്കിന് 10,000 ശത്രുക്കളുടെ നടുവിലാണ് നിൽക്കുന്നതെന്ന് അവൻ പറയുന്നത്.
സങ്കീർത്തനം പറയാം, ആയിരക്കണക്കിനല്ല 10,000-കണക്കിന് ശത്രുക്കളുടെ നടുവിലാണ് നിൽക്കുന്നത്. എങ്ങോട്ടും എല്ലാവരും എന്നെ വെറുക്കുക. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ആർക്കൊരു ഉപദ്രവം ചെയ്തിട്ടില്ല, പക്ഷേ എല്ലാവരും എന്നെ വെറുക്കുക. അതേ പ്രിയപ്പെട്ട, ഇത് ശരിക്കും പറഞ്ഞാൽ ഈ സഹനത്തിൻ്റെ, ഈ വചനത്തിൻ്റെ അർത്ഥം ഉന്നതമായ അർത്ഥമാണ്. യേശു ക്രിസ്തു കുരിശ് ചുമന്നുകൊണ്ട് ഗാഗുൽ താമലിലേക്ക് പോകുന്നതാണ് ഇതിൻ്റെ അർത്ഥം ശരിക്കും പറഞ്ഞാൽ. അതായത് അവൻ പോകുമ്പോൾ ആയിരക്കണക്കിന് ആൾ വിളിച്ചു, ഇവനെ കുരിശ് തുറയ്ക്കുക, ഇവനെ കുരിശ് തുറയ്ക്കുക, ഇവന് സംഭവിക്കണം, ഇവൻ ദൈവമാണെന്ന് പറഞ്ഞുകൊണ്ട് വന്നു, പരിഹസിക്കുക, ഒറ്റപ്പെടുത്തുക. ആ 10,000-കണക്കിന് ശത്രുക്കളുടെ നടുവിൽ നിന്ന് ക്രിസ്തുവിനോട് ചേരുക. ഞാനിപ്പോൾ സംഭവിക്കുന്നത് ഇതേ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതുപോലെ അനുഭവം ഉണ്ടാകുമ്പോൾ ഞാനും എന്നെപ്പോലല്ല, ഇതിൻ്റെ 10,000-കണക്കിന് മടങ്ങ് സഹനത്തിൻ്റെ നടുവിൽ നിന്ന് കർത്താവിനെ ഞാൻ ധ്യാനിക്കണം. അതാണ് വചനം പറയുന്നത്, കർത്താവിനെ ധ്യാനിക്കണം. ഒറ്റപ്പെട്ടവനായിട്ട് നിന്നവൻ, ഒറ്റപ്പെട്ടവനായിട്ട് 2 കള്ളന്മാരുടെ മധ്യത്തിൽ കുറിച്ച് തൂങ്ങിക്കിടന്ന കർത്താവിൻ്റെ ആ അവസ്ഥ വരിക. അത് വേറൊരു നാശത്തിൻ്റെ അവസ്ഥയല്ല. നമുക്കറിയാം, യേശുവിൻ്റെ ജീവിതം അവസാനിച്ചത് കുരിശുമരണം കൊണ്ടല്ല, യേശു ക്രിസ്തു ജീവിതം ആരംഭിച്ചത് കുരിശുമരണം കൊണ്ടാണ്. അതിനുശേഷം ഉത്ഥാന ഉയർപ്പിന് സമയം വരിക, കാത്തിരിക്കുക. പരിശുദ്ധമേ അതുകൊണ്ടല്ലേ കുരിശിൻ്റെ വഴിയിൽ അമ്മ നിരാശപ്പെട്ട് മരിച്ചു പോകുകയോ അല്ലെങ്കിൽ ഭയപ്പെട്ടു പോകുകയോ ഓടിപ്പോകുകയോ ഒന്നും ചെയ്യുന്നില്ല. കാരണം അമ്മയ്ക്കറിയാം, ഈ സഹനത്തിനപ്പുറത്ത് രക്ഷാകരമായ സംഭവം വരാൻ പോവുക, ലോകത്തെ മുഴുവൻ കീഴടക്കാൻ പോകുന്ന വലിയൊരു സംഭവം വരാൻ പോവുക. പക്ഷെ അതിന് വേണ്ട ഒരു വിശ്വാസം അമ്മയ്ക്ക് വിശ്വാസമുണ്ട്. അതുകൊണ്ട് അമ്മ കുരിശിൻ്റെ പിന്നാലെ പോകുന്നത്, അമ്മ കാൽവരി കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അമ്മയ്ക്കറിയാം, ഇതിനപ്പുറത്ത് ഒരു സംഭവം നടക്കും, ഉയർപ്പ് നടക്കും. ഇത് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളുടെ ജീവിതത്തിലെ സഹനങ്ങളുടെ നടുവിൽ നിങ്ങൾ ആ വേദനയെ കർത്താവിൻ്റെ പീഡാസഹനങ്ങളോട് ചേർത്ത് വെച്ചുകൊണ്ട് ശത്രുക്കൾ നടുവിലായിരിക്കും പക്ഷെ നിങ്ങളായിരിക്കുക. ഒരുപാട് ഒറ്റപ്പെട്ട അവസ്ഥ, കുടുംബത്തിൽ നിങ്ങൾ ഒറ്റപ്പെട്ടു, സമൂഹത്തിൽ ഒറ്റപ്പെട്ടു, ജോലിസ്ഥലത്ത് ഒറ്റപ്പെട്ടു, എല്ലായിടത്തും ഒറ്റപ്പെടുക. പക്ഷേ ഈ അവസരത്തിൽ നിരാശപ്പെട്ടു പോവുകയല്ല ചെയ്യേണ്ടത്. ദൈവമേന്ന് വിളിച്ചോട് നിൽക്കണം. കർത്താവിൻ്റെ സമയമുണ്ട്, ജീവിക്കും. ദൈവ തമ്പുരാൻ നിന്നെ കൈവിടില്ല. ഈശോ പറഞ്ഞു, ഒരു കാലത്തും ഞാൻ നിന്നെ ഉപേക്ഷിക്കില്ല. കർത്താവ് പറഞ്ഞ വചനമാണ്, ഞാൻ നിന്നെ തള്ളിക്കളയില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ വചനം നീ വിശ്വസിക്കണം, അതിന് കർത്താവിനെ വിളിക്കുക. അതുകൊണ്ട് ഈ സമയത്ത് വിശ്വാസത്തിൽ നീ ആഴപ്പെടാൻ ദൈവത്തെ മനസ്സ് തുറന്ന് വിളിക്കാനായിട്ട് നീ തയ്യാറാകുക. ഹല്ലേലൂയ. കർത്താവേ, ഈ സമയം വചനം കേട്ടുകൊണ്ടിരിക്കുന്ന മക്കളേക്ക് കൃപയൊടുക്കണം. കർത്താവേ, സഹനത്തിന് തീയിലാത്തൂടെ പോകുന്ന മക്കള്, ഒറ്റപ്പെട്ട മക്കള്, ശത്രുക്കളുടെ നടുവിൽ നിൽക്കുന്ന മക്കൾ, എനിക്കാരുമില്ലേന്ന് വിളിച്ചു പറയുന്ന മക്കൾ, എൻ്റെ ജീവിതം എല്ലാ വാതിലും അടഞ്ഞു, ഇനി മുന്നോട്ട് പോകാൻ വഴിയില്ല, തളർന്നു എന്ന് പറയുന്ന മക്കൾ, മറ്റൊന്നും ചെയ്യേണ്ട കർത്താവെ, ഞങ്ങൾ വിളിക്കുന്ന കർത്താവെ, ഞങ്ങൾ നിന്നെ വിളിക്കുന്നു, ഞങ്ങളെ അനുഗ്രഹിക്കണം കർത്താവെ. ഈ സമയത്ത് അങ്ങ് പ്രവർത്തിക്കണം, ഈ സമയത്ത് ബന്ധനം അടിക്കണം കർത്താവെ. സാത്താൻ്റെ പിടിയിൽ നിന്ന് ഞങ്ങളുടെ കുടുംബങ്ങളും ദേശത്തെ മോചിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അങ്ങേ വിളിക്കുന്നു. ദൈവമേ, ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് ഞങ്ങൾ മനസ്സ് തുറന്ന് വിളിക്കുന്നു. കർത്താവെ, കരുണയായിരിക്കണമേ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സമയത്ത് നമുക്ക് കർത്താവിനെ വിളിക്കാം, നന്ദി പറയാം. ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം നമ്മളിലേക്ക് വരട്ടെ. പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ നിന്നുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുക. ഈ സമയം കർത്താവ് പ്രവർത്തിക്കും. ഈ വേദന മുഴുവൻ ഇറക്കി വെച്ച് പ്രാർത്ഥിക്കാനുള്ള വലിയ കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ഒരുങ്ങാം, ഭക്തിപൂർവ്വം നമുക്ക് കരങ്ങൾക്ക് പിടിക്കാം. ാകാരിൻ പൈതലിൻ കരച്ചിൽ കേട്ടവനെന്നാത്മദാഹം തീർത്തിടും. ചൂടേറിയ മരുയാത്രയിൽ ഞങ്ങൾ നിലവിളിക്കുന്നു. ആകാറിൻ പൈതലിൻ കരച്ചിൽ കേട്ടവനെന്നാത്മദാഹം തീർത്തിടും. ഞങ്ങളുടെ മുമ്പിലേക്ക് ഇതാ ഈ സമയത്ത് വേദനിക്കുന്ന മക്കൾ സമർപ്പിക്കുന്നു. ആരോരുമില്ലാത്ത മക്കൾ, തകർന്നുപോയ കുടുംബങ്ങൾ, തകർന്നുപോയ കുടുംബ ബന്ധങ്ങൾ, പാപത്തിന് അടിമവേല ചെയ്യുന്ന മക്കൾ, തർക്ക ദോഷങ്ങളിൽപ്പെട്ട ജീവിതങ്ങൾ, ഭാര്യയും ഭർത്താവും തമ്മിൽ വലിയ പ്രശ്നമുള്ള കുടുംബങ്ങൾ, മക്കളും മാതാപിതാക്കളും തമ്മിൽ ചർച്ചയില്ലാത്ത സ്നേഹമില്ലാത്ത കുടുംബങ്ങൾ, മക്കളും സ്നേഹം കിട്ടുന്നില്ല, സന്തോഷം കിട്ടുന്നില്ല, പരാതി പറയുന്ന മാതാപിതാക്കൾ, എല്ലാവരും ഈശോയുടെ മുമ്പിൽ സമർപ്പിക്കുന്ന കർത്താവ്. രോഗികളെ സമർപ്പിക്കുന്നു. ജോലിയില്ലാത്ത മക്കൾ, ജോലി പ്രശ്നം അനുഭവിക്കുന്ന മക്കൾ, കുഞ്ഞുങ്ങളില്ലാത്ത മക്കൾ, മാനസിക പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന മക്കൾ, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ലാത്ത മക്കൾ, ഈ സമയത്ത് ഞങ്ങൾ നിലവിളി കേട്ട് കർത്താവെ, അത്ഭുതങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കണം, അടയാളം പ്രവർത്തിക്കണം, ബന്ധനം അടിക്കണം കർത്താവ്, കെട്ടടിക്കണം പ്രാർത്ഥിക്കുന്ന കർത്താവ്. ചൂടേറിയ മരുയാത്രയിൽ ദാഹത്താലെന്നാവു വരളുമ്പോൾ ആകാരിൻ പൈതലിൻ കരച്ചിൽ കേട്ടവനെന്നാത്മദാഹം
തീർത്തിടും. ചൂടേറിയ മരുയാത്രയിൽ ദാഹത്താലെൻ നാവു വരളും. ഹാഗാറിൻ പൈതലിൻ കരച്ചിൽ കേട്ടവനെന്നാത്മദാഹം തീർത്തിടും. നീയൻ സ്വന്തം, നീയൻ പക്ഷം, നീറും വേളകളിൽ ആഴങ്ങളിൽ ആനന്ദം ഒഴുകപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ചൂരൽ ചെടിയിൻ കീഴിലും നിൻ സാന്നിധ്യമറിയും. കണ്ണുനീരോട് നന്ദി പറയുന്നു കർത്താവേ. നീയൻ സ്വന്തം, നീയൻ പക്ഷം, നീറും വേളകളിൽ. ആരോരുമില്ലാത്തവരുണ്ട്, ഒറ്റപ്പെട്ടവരുണ്ട്, ശത്രുക്കളുടെ നടുവിൽ ജീവിക്കുന്നവരുണ്ട്, പരാതികൾ ജീവൻ നയിക്കുന്ന മക്കളുണ്ട് ദൈവമേ. ദാരിദ്ര്യത്തിന് ദുഃഖം അനുഭവിക്കുന്നവരുണ്ട്, വലിയ പ്രശ്നങ്ങൾ നടുവിൽ നിൽക്കുന്ന മക്കൾ കർത്താവേ പ്രാർത്ഥിക്കുന്ന ദൈവമേ. കരഞ്ഞു നിൽക്കുന്ന മക്കളുണ്ട് ദൈവമേ, ഒത്തിരി പരിഹസിക്കുന്ന മക്കളുണ്ട് ദൈവമേ. ദൈവമേ, അപമാനങ്ങളുടെയും നിന്ദനങ്ങളുടെയും പരിഹാസങ്ങളുടെയും ഒറ്റപ്പെടലിന്റെ നടുവിൽ നിന്നുകൊണ്ട് ദൈവവേല ചെയ്യുന്ന മക്കളുണ്ട് സ്വയം. ഒത്തിരിയേറെ മാനസിക പീഡനം അനുഭവിക്കുന്ന മക്കൾ കർത്താവ്, അവർക്കെല്ലാം അങ്ങയുടെ ആണിപ്പുറത്തുള്ള കരം നീട്ടി കൊടുക്കണമേ. ഉത്തിതനായ കർത്താവേ, തിരുവോസ്തിയിൽ ജീവനോടിരിക്കുന്ന യേശുവേ, അങ്ങയുടെ അനുഗ്രഹത്തിന്റെ കരം അവർക്ക് നീട്ടിക്കൊടുക്കണം, ഉയർത്തണം കർത്താവ്. ചൂടേറിയ മരുയാത്രയിൽ ദാഹത്താലെൻ നാവു വരളും. ഹാഗാറിൻ പൈതലിൻ കരച്ചിൽ കേട്ടവനെന്നാത്മദാഹം തീർത്തിടും. ചൂടേറിയ മരുയാത്രയിൽ ദാഹത്താലെൻ നാവു വരളും. രോഗികൾ സുഖം പ്രാപിക്കട്ടെ, രോഗികൾ സുഖം പ്രാപിക്കട്ടെ. കരച്ചിൽ കേട്ടവനെന്നാത്മദാഹം തീർത്തിടും. ജീവിക്കുന്നു, നിന്നെ വിളിക്കുന്നു. നീയൻ പക്ഷം, നീറും വേളകളിൽ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന യേശുവേ, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ചൂടേറിയ മരുയാത്രയിൽ ദാഹത്താലെൻ നാവു വരളുമ്പോൾ ഹാഗാറിൻ പൈതലിൻ കരച്ചിൽ കേട്ടവനെന്നാത്മദാഹം തീർത്തിടും.